Lesson 1. The Crow and the Deer. In a calm and serene forest, there existed a delightful friendship between a wise crow and a gentle deer. ഒരു പ്രശാന്തസുന്ദരമായ വനത്തിൽ വലിയ ആഹ്ലാദമുള്ള രണ്ട് സൗഹൃദങ്ങളുണ്ടായിരുന്നു, ഒരു കാക്കയും ഒരു മാനും തമ്മിൽ. Their companionship was an enduring one. ദീർഘനാളം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു അവരുടെ സൗഹൃദം. As the ancient trees that surrounded them. അവർക്ക് ചുറ്റും ഉണ്ടായിരുന്ന അതിപുരാതന മരങ്ങളെ പോലെ പഴക്കമുള്ള സൗഹൃദം. However, amidst this harmonious duo, ഈ സ്വരച്ചേർച്ചയുള്ള ഈ കൂട്ടുകെട്ടിനിടയിൽ, amidst എന്ന് പറഞ്ഞാൽ in between, അതിനിടയിൽ, a cunning and a relentless fox harbored a sinister desire. ഒരു സൂത്രശാലിയായ കുറുക്കൻ തൻ്റെ ഒരു ദുരുദ്ദേശപരമായ ചിന്താഗതി കൊണ്ടുവന്ന് അവിടെ വളർത്താൻ ശ്രമിച്ചു. ടു സേവ് ദ പ്ലംപ് ആൻഡ് ഹെൽതി ഡീർ, ഒരു മാംസളമായ ശരീരമുള്ള ഈ മാനിനെ കഴിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, ആസ് ഹിസ് ഡിലക്റ്റബിൾ ലഞ്ച്, തൻ്റെ ഭക്ഷണമാക്കുക എന്ന ഉദ്ദേശത്തോടെ. ടു അച്ചീവ് ദിസ് സിനിസ്റ്റർ ഗോൾ, ഈ കുബുദ്ധി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ദ ഫോക്സ് ഹാച്ച്ഡ് എ ക്രാഫ്റ്റി പ്ലാൻ ടു നോക്ക് ഡൗൺ ദർ ട്രസ്റ്റ്, അവരുടെ വിശ്വാസത്തെ തകർക്കുവാനായിട്ട് ഒരു ഗൂഢ പദ്ധതി ഈ കുറുക്കൻ മെനഞ്ഞെടുത്തു. ദിസ് ഈസ് ദ ടൈംലെസ് സ്റ്റോറി ഫ്രം ഹിതോപദേശ. ഹിതോപദേശത്തിലെ പുരാതനമായ കഥയാണിത്. വേർ ഫ്രണ്ട്ഷിപ്പ് ഈസ് ടെസ്റ്റഡ്, സൗഹൃദം ചിലപ്പോൾ പരീക്ഷിക്കപ്പെടും. ഡിസീറ്റ് ലർക്സ് ഇൻ ദ ഷാഡോസ്, കാരണം വഞ്ചകന്മാർ നിഴലിൽ പതുങ്ങിയിരിക്കുമ്പോൾ. ലർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മാർത്ഥ സൗഹൃദങ്ങൾ ചിലപ്പോൾ പരീക്ഷണത്തിന് വിധേയമാകും. ആൻഡ് ദ ബോണ്ട് ബിറ്റ്വീൻ ദ ക്രോ ആൻഡ് ദ ഡീർ ഈസ് പുട്ട് ടു ദി അൾട്ടിമേറ്റ് ടെസ്റ്റ്. അങ്ങനെ കാക്കയും മാനും തമ്മിലുള്ള ആത്മബന്ധം അന്തിമമായി പരീക്ഷിക്കപ്പെടുകയാണ്. കാക്ക ഈ പുതിയതായി സൗഹൃദത്തിൽ വന്ന മാനിനോടും അതുപോലെ തന്നെ കുറുക്കനോടും കാക്ക ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ഇത്ര പെട്ടെന്ന് സുഹൃത്തുക്കളായി? മാൻ പറഞ്ഞു, ഇത്രയും സൗഹൃദം അവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവൻ പൊതുവെ നല്ല പെരുമാറ്റമാണ്, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ സൗഹൃദത്തെ സ്വാഗതം ചെയ്തു. കാക്ക പക്ഷേ ഇത് വിശ്വസിക്കുന്നില്ല. കാക്ക ജ്ഞാനത്തെയും ജാഗ്രതയെയും പ്രതിനിധീകരിക്കുന്നു. മാൻ നിഷ്കളങ്കതയെയും ദയയെയും പ്രതീകപ്പെടുത്തുന്നു. കുറുക്കൻ തന്ത്രത്തെയും വഞ്ചനയെയും പ്രതിനിധീകരിക്കുന്നു. കഥയുടെ ബാക്കി ഭാഗങ്ങളിൽ അടുത്ത കൂടുതൽ ആഴത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു കഥ? കാക്ക മാനിനോടും കുറുക്കനോടുമായി, കുറുനരിയോടുമായി, ജാക്കലിനോടുമായി പറഞ്ഞു. എന്ത് കഥയാണ്? മാനും കുറുക്കനും കൗതുകത്തോടെ ചോദിച്ചു. കഥ എങ്ങനെയാണ്? കാക്ക പറഞ്ഞു, അതിങ്ങനെയാണ്. ഗംഗയുടെ തീരത്ത് ഗൃതകൂട എന്ന ഉയർന്ന കുന്നിൻ മുകളിൽ ഒരു ഭീമൻ അത്തിമരം ഉണ്ടായിരുന്നു. അതിൻ്റെ പൊത്തിൽ ജരദ്ഗവയെ എന്ന കഴുകൻ താമസിച്ചിരുന്നു. ഏതോ നിർഭാഗ്യവശാൽ കണ്ണുകളും നഖങ്ങളും നഷ്ടപ്പെട്ട വയസ്സനായൊരു കഴുകൻ. അവനോട് സഹതാപം തോന്നിയ അതേ അത്തിമരത്തിൽ തന്നെ, ആ ഫിഗ് ട്രീയിൽ തന്നെ താമസിച്ചിരുന്ന മറ്റ് പക്ഷികൾ അവൻ്റെ അതിജീവനത്തിനായി അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ചെറിയൊരു പങ്ക് അവന് നൽകാറുണ്ടായിരുന്നു. ഒരിക്കൽ ദീർഘകർണൻ എന്നൊരു പൂച്ച പക്ഷികളുടെയൊക്കെ കുഞ്ഞുങ്ങളെ തിന്നണമെന്ന ഉദ്ദേശത്തോടെ അവിടെ എത്തുകയാണ്. ആ പൂച്ചയെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ കരഞ്ഞ് ബഹളം വയ്ക്കാനൊക്കെ തുടങ്ങി. ഇത് കേട്ട കഴുകൻ ചോദിച്ചു, ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? കഴുകനെ കണ്ട നിമിഷം പൂച്ച പരിഭ്രാന്തനായി പറഞ്ഞു, അയ്യോ, എൻ്റെ ജീവിതം ഇപ്പോൾ അവസാനിച്ചെന്ന് തോന്നുന്നു. പക്ഷേ ഭയം അടുത്തെത്തുന്നതുവരെ മാത്രമേ ഒരാൾ ഭയപ്പെടേണ്ടതുള്ളൂ. ഭയം അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, വിവേകത്തോടുകൂടി ഭയത്തെ നേരിടുക. ഇപ്പോൾ കഴുകനിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്തായാലും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പോകുന്ന വഴിക്ക് പോകട്ടെ. ഞാൻ ഈ കഴുകനെ സമീപിച്ച് എല്ലാ വിധത്തിലും അവൻ്റെ ആത്മവിശ്വാസം നേടാൻ ശ്രമിക്കും. അതാണ് ഞാൻ ഇനി ചെയ്യുക. ഈ ചിന്തയോടെ അവൻ കഴുകൻ്റെ അടുത്തേക്ക് പോയി. പ്രിയപ്പെട്ട സർ,
ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കഴുകൻ ചോദിച്ചു, നീ ആരാണ്? പൂച്ച മറുപടി പറഞ്ഞു, ഞാനൊരു പൂച്ചയാണ്. കഴുകൻ അവനെ നോക്കി, വഴിമാറിപ്പോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. പൂച്ച അപേക്ഷിച്ചു, ദയവായി ആദ്യം എൻ്റെ വാക്ക് കേൾക്കൂ, എന്നിട്ട് എന്നെ കൊല്ലാൻ യോഗ്യനാണോ എന്ന് നിങ്ങൾ കണ്ടെത്തൂ. വംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾ കൊല്ലാനോ സ്വാഗതം ചെയ്യാനോ അർഹനാണെന്ന് തീരുമാനിക്കുന്നത് ശരിയാണ്. ഒരു വ്യക്തിയുടെ പെരുമാറ്റവും കൂടി പ്രധാനമല്ലേ എന്ന് പൂച്ച കഴുകനോട് ചോദിച്ചു. ഇത് കേട്ട കഴുകൻ പറഞ്ഞു, പറയൂ, എന്താണ് നിന്നെ ഇവിടെ എത്തിച്ചത്? പൂച്ച പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഗംഗയിൽ കുളിക്കുന്നു, മാംസം കഴിക്കുന്നില്ല, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു, ചന്ദ്രയാന വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. അവൻ കൂട്ടിച്ചേർത്തു, എല്ലാ പക്ഷികളും നിങ്ങളെ ധർമ്മത്തിനും അറിവിനും വേണ്ടി സമർപ്പിതനായ വിശ്വസ്തനായ ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് പാടിപ്പുകഴ്ത്തുന്നത്. നിങ്ങൾ പ്രായത്തിലും അറിവിലും പരിചയസമ്പന്നനാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് നീതിയെക്കുറിച്ച് കേൾക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പൂച്ച കഴുകനോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ വളരെ നീതിമാനായ വ്യക്തി ആയിരുന്നിട്ട് കൂടി നിങ്ങൾ എന്നെ കൊല്ലാൻ തയ്യാറാകുന്നു. നിങ്ങളുടെ അതിഥിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗൃഹസ്ഥരുടെ നീതി ഇങ്ങനെയല്ലല്ലോ വിവരിച്ചിരിക്കുന്നത്. മരങ്ങൾ അവയെ വെട്ടിമാറ്റാൻ വരുന്നവർക്ക് പോലും തണലും അഭയവും നിഷേധിക്കുന്നില്ല. ഗൃഹസ്ഥർ ശത്രുക്കളുടെ സന്ദർശനങ്ങളെപ്പോലും നിരാശപ്പെടുത്താതെ സ്വാഗതം ചെയ്യണം. ഭൗതിക മാർഗങ്ങൾ ഇല്ലായെങ്കിൽ അതിഥിയെ മാന്യമായ വാക്കുകളെങ്കിലും നൽകി സ്വാഗതം ചെയ്യണം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വൈക്കോൽ പായ, തറ, വെള്ളം, മാന്യമായ വാക്കുകൾ, ഈ 4 കാര്യങ്ങളാണ് അതിഥി സന്ദർശനങ്ങളെ സ്വാഗതം ചെയ്യാൻ എല്ലാ വീടുകളിലും എളുപ്പത്തിൽ ലഭ്യമാകുന്ന കാര്യങ്ങൾ. കൂടാതെ ദുഷ്ടന്മാരോട് പോലും കരുണ കാണിക്കാൻ നല്ല മനസ്സുള്ളവർ മടിക്കുന്നില്ല. ദുരിതത്തിലായ ഒരു താണജാതിക്കാരൻ്റെ വീടിൻ്റെ മേൽ, അല്ലെങ്കിൽ ഒരു ജാതിഭ്രഷ്ടൻ്റെ വീടിൻ്റെ മേൽ കൂടി ചന്ദ്രൻ അതിൻ്റെ വെളിച്ചം മങ്ങിക്കാത്തതുപോലെയാണത്. മാത്രമല്ല, നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് സ്വാഗതം ചെയ്യപ്പെടാതെ മടങ്ങിപ്പോകേണ്ടി വരുന്ന അതിഥികൾ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ പുണ്യങ്ങൾക്ക് അല്ല നാട്ടിൽ പറയുക, പകരം നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളും മറ്റുമൊക്കെ പറയും. അത് തീർച്ചയാണ്. കൂടാതെ ഏറ്റവും താഴ്ന്ന ജാതനായ ഒരാൾ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് അതിഥിയായി എത്തുമ്പോൾ അർഹമായ ബഹുമാനത്തോടെ അവന് സ്വീകരിക്കണം. കാരണം അതിഥികൾ പലവിധത്തിലും ദേവന്മാരാണ്. ഇതെല്ലാം കേട്ട കഴുകൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ടും പൂച്ചകൾക്ക് മാംസം ഇഷ്ടമായതിനുമാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഭക്തിയുടെ നാട്യത്തോടെ പൂച്ച ഉടനെ നിലത്ത് തൊട്ട് തുടർന്ന് ചെവികളിൽ തൊടാൻ തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥങ്ങൾ കേട്ട് എല്ലാ വികാരങ്ങളും ഉപേക്ഷിച്ച് ഞാൻ ചന്ദ്രായണ വ്രതം പിന്തുടരാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. പരസ്പരം നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും എല്ലാ ഗ്രന്ഥങ്ങളും അഹിംസയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ഉയർത്തി കാണിക്കുന്നത്. ഉയർന്ന നീതി പ്രവൃത്തി അഹിംസയാണ് എന്ന് ഏകകണ്ഠമായി എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. പറഞ്ഞതുപോലെ ദൈവിക നാട്ടിലെ വ്യക്തികളെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്: അഹിംസ, സഹിഷ്ണുത, സഹായഹസ്തം, ഇവയൊക്കെയാണ്. തീർച്ചയായും ആത്മാവിനൊപ്പം നമ്മുടെ കൂടെ മരണശേഷം വരുന്ന ഒരേ ഒരു സുഹൃത്ത് ധർമ്മം മാത്രമാണ്. ഈ ഭൂമിയിലെ മറ്റെല്ലാം ശരീരത്തിൻ്റെ മരണത്തോടെ പൂർണ്ണമായും ക്ഷയിച്ചില്ലാതാവും. ജീവികളുടെ ദുരവസ്ഥയിലെ വ്യത്യാസം നോക്കൂ. ഒന്ന് മാംസം കഴിക്കുന്നു, മറ്റൊന്ന് ജീവിതത്തിൻ്റെ പക്ഷികളെ സംബന്ധിച്ച് അവയെ കൊന്നു തിന്നുന്ന ജീവി ആ പക്ഷിയുടെ പറക്കൽ എന്നേക്കുമായി നഷ്ടപ്പെടുന്നു. ഞാൻ മരിക്കണം എന്നത് ദുഃഖത്തിന് കാരണമാകുന്ന ഒരു ആശങ്കയാണ്. വാക്കുകളിലൂടെയോ അനുമാനത്തിലൂടെയോ മറ്റാർക്കും ഒരു മരിക്കുന്നയാളെ പിന്തുടരാൻ കഴിയുകയില്ല. ഇത് കേൾക്കൂ. വിശക്കുന്ന വയറിനെ സ്വയം വളർത്തിയ പച്ചക്കറികളും കായ്കളും കൊണ്ട് നിറയ്ക്കാൻ കഴിയുമ്പോൾ എന്തിനു വേണ്ടി നാം മറ്റുള്ള ജീവജാലങ്ങളെ കൊല്ലണം? ഗുരുതരമായ ഈ പാപം ആരാണ് ചെയ്യുക? അങ്ങനെ കഴുകൻ്റെ ആത്മവിശ്വാസം നേടിയ പൂച്ച മരത്തിൻ്റെ പോതിൽ തന്നെ തുടരുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൂച്ച കുഞ്ഞു പക്ഷികളെ പിടിക്കാൻ തുടങ്ങി. അവയെ ഭക്ഷിക്കാൻ ദിവസവും മരത്തിൻ്റെ പൊത്തിലേക്ക് കടന്നു ചെന്നു. കുഞ്ഞുങ്ങളെ വിഴുങ്ങിയ ശേഷം പക്ഷികൾ അപ്പോൾ സങ്കടത്തോടെ വിലപിച്ചു എന്നതാണ്. അവിടെ എവിടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞു. എന്തായാലും പൂച്ച ഈ കാര്യം, പക്ഷികളെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇനി അധിക നാൾ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല എന്ന് വിചാരിച്ച പൂച്ച ആ മരത്തിൻ്റെ പോത് ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഇടയ്ക്ക് ദുഃഖിതരായ പക്ഷികൾ മരത്തിൻ്റെ പോതിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കണ്ടെത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ഈ ദുഷ്ടകഴുകൻ നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്നു. ഏകകണ്ഠമായി അവരെല്ലാം ഒരു തീരുമാനമെടുത്തു. എല്ലാ പക്ഷികളും വൃദ്ധനായ കഴുകനെ കൊന്നു. കാരണം അവരുടെ വിചാരം ഈ മരത്തിൻ്റെ പോതിൽ താമസിക്കുന്നത് വൃദ്ധനായ കഴുകനാണ്, അല്ലാതെ പൂച്ച അവിടെ ഉള്ളത് മറ്റു പക്ഷികൾക്കറിയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങൾ ഈ പോതിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ, കഴുകൻ കഴിയുന്ന ഈ പോതിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ തീർച്ചയായും അത് കഴുകൻ തന്നെയാണ് ഭക്ഷിച്ചത്. അങ്ങനെ എല്ലാ പക്ഷികളും കൂടി ആക്രമിച്ച് ആ വൃദ്ധനായ കഴുകനെ കൊല്ലുകയാണ് ചെയ്തത്. തൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ പൂച്ച എന്ത് തത്വചിന്തമായ പ്രസ്താവനകളാണ് ഉപയോഗിച്ചതെന്നറിയാമോ? മഹത് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വീട്ടുകാർ ശത്രുക്കളെ പോലെ അതിഥികളായി കാണണമെന്ന് പറഞ്ഞ് പൂച്ച കഴുകനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. താനൊരു അതിഥിയാണെന്നും തനിക്ക് ഇവിടെ അവസരം നിഷേധിക്കരുതെന്നും
താൻ ഇവിടെ അല്പകാലം നീതിമാനായ ജ്ഞാനിയായ കഴുകൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് കുറച്ച് അറിവ് നേടാൻ വേണ്ടി എത്തപ്പെട്ടതാണെന്നുമൊക്കെ പറഞ്ഞ് ഒരേ സമയം പ്രശംസാവചനങ്ങൾ കഴുകൻ്റെ മേൽ ചൊരിയുകയും അതേസമയം നീതിസാരവാക്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പൂച്ച ഇത്തരത്തിൽ തൻ്റെ തന്ത്രം നേടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചോദ്യങ്ങളിലേക്ക്. വാട്ട് സ്ട്രാറ്റജി ഡിഡ് ദ കാറ്റ് യൂസ് ടു എൻറ്റർ ദ വൾച്ചേഴ്സ് ട്രസ്റ്റ്? പൂച്ചയുടെ വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തന്ത്രമാണ് ഇവിടെ പൂച്ച കഴുകൻ്റെ വിശ്വാസം ആർജിക്കുന്നതിന് എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത്? ദ കാറ്റ് അപ്രോച്ച്ഡ് വിത്ത് ഫിയർ ആൻഡ് റെസ്പെക്റ്റ്. ഭയത്തോടും ബഹുമാനത്തോടും കൂടിയാണ് പൂച്ച സമീപിച്ചത്. ദെൻ ക്ലവർലി സ്പോക്ക് അബൌട്ട് മൊറാലിറ്റി. എന്നിട്ട് വളരെ സമർത്ഥമായി ധാർമ്മികതയെക്കുറിച്ച് സംസാരിച്ചു, നോൺ വയലൻസ് അക്രമരാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു, ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസ്, പിന്നെ ധാർമ്മിക ശീലങ്ങളെക്കുറിച്ച്. ഹി ഫ്ലാറ്റേഡ് ദ വൾച്ചർ ബൈ കോളിംഗ് ഹിം വൈസ് ആൻഡ് ഹോളി. ഈ പൂച്ച കഴുകനെ നീതിമാനെന്നും അതുപോലെ തന്നെ വിശുദ്ധനെന്നും ഒക്കെ പറഞ്ഞ് പ്രശംസിച്ചു. ഫ്ലാറ്റർ ചെയ്യുക, പ്രൈസ് ചെയ്യുക, പ്രശംസിച്ചു പറയുക. യൂസിങ് കോട്ട്സ് അബൌട്ട് റൈച്ചസ്നെസ്. ഒപ്പം തന്നെ നീതിയെക്കുറിച്ചുള്ള ഉദ്ധരണികൾ, മഹദ്ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്തു പറഞ്ഞുകൊണ്ട് ആൻഡ് ഹൗസ് ഹോൾഡേഴ്സ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ അതിഥികളുടെ മേൽ ഗൃഹസ്ഥർക്കുള്ള കടമകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദ കാറ്റ് മാനിപ്പുലേറ്റഡ് ദ വൾച്ചർ ഇൻ ടു ആക്സെപ്റ്റിംഗ് ഹിം ആസ് എ ഗസ്റ്റ്. പൂച്ച കഴുകനെ തൻ്റെ അതിഥിയായി സ്വീകരിക്കുന്ന രീതിയിലേക്ക് കൃത്രിമമായ മാനിപ്പുലേറ്റ് ചെയ്ത് അവൻ്റെ തീരുമാനത്തിൽ ഇടപെട്ട് മാറ്റം വരുത്തിച്ചു എന്നർത്ഥം. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൃത്രിമമായ ഒരു കാര്യത്തിൽ ഇടപെട്ട് ഏതെങ്കിലും രീതിയിൽ സ്വാഭാവികമായി നടക്കേണ്ടതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാക്കുന്നതിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് ദ വൾച്ചർ. ജരദ്ഗവ എന്ന് പറയുന്ന വൾച്ചറുടെ ക്യാരക്ടർ എന്താണെന്ന് വിവരിക്കുക. ദ വൾച്ചർ വാസ് ഓൾഡ്, ബ്ലൈൻഡ് ആൻഡ് ഡിപ്പെൻഡൻ്റ് ഓൺ അതേഴ്സ്. കഴുകൻ വൃദ്ധനായിരുന്നു, അന്ധനായിരുന്നു, ഒപ്പം തന്നെ മറ്റുള്ളവരുടെ സഹായത്താൽ കഴിയുന്നവനായിരുന്നു. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് കഴിയുന്നവൻ. ഹി വാസ് കൺസിഡേർഡ് വൈസ് ആൻഡ് റൈച്ചിയസ്. അവൻ ജ്ഞാനിയും നീതിമാനുമായി എല്ലാവരാലും പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഹിസ് ജഡ്ജ്മെൻറ്റ് വാസ് ക്ലൗഡഡ് ബൈ ദ കാറ്റ്സ് ക്ലവർ സ്പീച്ച്. പക്ഷേ പൂച്ചയുടെ സമർത്ഥമായ സംഭാഷണത്തിൽ മുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മങ്ങിപ്പോയിട്ട് അവൻ്റെ കാര്യങ്ങളെ വിധിക്കുവാനുള്ള കഴിവ് പൂർണ്ണമായി മൂടപ്പെട്ടു പോയിരുന്നു. ഹിസ് ജഡ്ജ്മെൻറ്റ് വാസ് ക്ലൗഡഡ്. ഹിസ് വില്ലിങ്നെസ് ടു ലിസൺ ടു പ്രൈസ് ആൻഡ് റിലീജിയസ് ടോക്ക്. അതുപോലെ തന്നെ പ്രശംസ, മതപരമായ ആശയങ്ങൾ, ഇതൊക്കെ കേൾക്കാനായിട്ടുള്ള അവൻ്റെ സന്നദ്ധത മെയ്ഡ് ഹിം വൾനറബിൾ ടു ദ കാറ്റ്സ് ഡിസെപ്ഷൻ. പൂച്ചയുടെ വഞ്ചനയ്ക്ക് അവൻ ഇരയായി പ്രലോഭിതനാകാൻ സാധ്യതയുള്ളവനായി തീർന്നു. ലീഡിങ് ടു ദ ലോസ് ഓഫ് ഹിസ് റെപ്യൂട്ടേഷൻ ആൻഡ് ലൈഫ്. ഇത്ര നാളത്തെ ജ്ഞാനി എന്ന പേര്, അതുപോലെ തന്നെ അവൻ്റെ പ്രശസ്തി ഒക്കെ, നീതിമാൻ എന്ന പ്രശസ്തി എല്ലാം നഷ്ടമാവുകയും ഒടുവിൽ പൂച്ചയുടെ വഞ്ചനയ്ക്ക് ഇരയാവുകയും വിശ്വാസവഞ്ചനകനെന്ന് മറ്റു പക്ഷികളാൽ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കഴുകൻ മാറി. വാട്ട് മെസ്സേജ് ഈസ് കൺവെയ്ഡ് ത്രൂ ദ ബിഹേവിയർ ഓഫ് ദ കാറ്റ്? പൂച്ചയുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് എന്ത് മെസ്സേജ്, സന്ദേശമാണ് ഈ കഥയിലൂടെ സംവഹിക്കപ്പെടുക? കൺവേ ചെയ്യുക, സംവഹിക്കപ്പെടുക. The cat's behavior illustrates how evil intentions can be hidden behind sweet words and false virtue. മധുരതരമായ വാക്കുകൾക്ക് പിന്നിൽ തെറ്റായ കപട പുണ്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില ദുരുദ്ദേശങ്ങൾ, തിന്മ നിറഞ്ഞ ഇൻറ്റൻഷനുകൾ, ഉദ്ദേശ്യങ്ങൾ എപ്രകാരമാണ് സംഭവിക്കുക എന്ന് ഇവിടെ കഥയിലെ പൂച്ചയുടെ പെരുമാറ്റം വിശദമാക്കുന്നു. It shows that clever manipulators often use religion and morality to cover up their true aims. സമർത്ഥരായ ഈ കൃത്രിമക്കാർ, മാനിപ്പുലേറ്റേഴ്സ്, മിക്കപ്പോഴും ഓഫൺ യൂസ് റിലീജിയൻ ആൻഡ് മൊറാലിറ്റി, മതവും അതുപോലെ തന്നെ ധാർമ്മികതയെയും അവരുപയോഗിക്കും. ടു കവർ അപ്പ് ദെയർ ട്രൂ എയിംസ്, അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ദിസ് സെർവ്സ് ആസ് എ വാർണിംഗ് അഗെയിൻസ്റ്റ് ട്രസ്റ്റിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺലി ഓൺ ദെയർ സ്പീച്ച്. മനുഷ്യരെ അവരുടെ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്നതിന് എതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് ഈ കഥ മനസ്സിലാക്കാം.
മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഹൗ ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ധർമ്മ മിസ്യൂസ്ഡ് ബൈ ദ കാറ്റ്? ധർമ്മം എന്ന നീതിസാരം എന്നത് ഒരു മഹത്തായ ആശയമാണെങ്കിലും പൂച്ച അതിനെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു. ദ കാറ്റ് ട്വിസ്റ്റഡ് ദ ടീച്ചിങ്സ് ഓഫ് ധർമ്മ. ധർമ്മ ഉപദേശത്തെ പൂച്ച വളച്ചൊടിച്ച് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയിരിക്കുന്നു. ടു ജസ്റ്റിഫൈ ഹിസ് പ്രസൻസ് ആൻഡ് വിൻ സിമ്പതി. കഴുകൻ്റെ പക്ഷികളുടെ സങ്കേതത്തിൽ ഒളിച്ചു താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യായമായി അവൻ ധർമ്മത്തിൻ്റെ പ്രബോധനത്തെ വളച്ചൊടിച്ചുപയോഗിച്ചു. ഹി യൂസ്ഡ് സ്ക്രിപ്ച്വൽ കോഡ്സ്. മഹത് ഗ്രന്ഥങ്ങളിലെ വിശുദ്ധ ലിഖിതങ്ങളെ അവൻ ഉപയോഗപ്പെടുത്തി. ആൻഡ് മോറൽ ടീച്ചിങ്സ്. ധാർമ്മികമായ പ്രബോധനങ്ങളെയും നോട്ട് വിത്ത് സിൻസിയറിറ്റി, ആത്മാർത്ഥതയോടെയല്ല, ബട്ട് ടു ഫൂൾ ദ വൾച്ചർ. പിന്നെയോ കഴുകനെ വിഡ്ഢിയാക്കുന്നതിന് വേണ്ടി, കണ്ണ് കാണാനാവാത്ത അല്ലെങ്കിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കഴുകനെ വിഡ്ഢിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ഷോസ് ഹൗ ഈവൻ സേക്രഡ് കോൺസെപ്റ്റ്സ് ക്യാൻ ബി മിസ്യൂസ്ഡ് ബൈ കണ്ണിങ് ഇൻഡിവിജ്വൽസ്. വിശുദ്ധ സങ്കല്പങ്ങളെ പോലും ഈ സൂത്രശാലികളായ വ്യക്തികൾ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ഈ സംഭവം കാണിക്കുന്നു. മറ്റൊന്ന്, വാട്ട് ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഡ് ദ കാറ്റ് യൂസ് ടു സപ്പോർട്ട് ഹിസ് പ്രസൻസ്? തൻ്റെ സാന്നിധ്യത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൂച്ച ഏത് തരത്തിലുള്ള തത്വചിന്താപരമായ പ്രസ്താവനകളാണ് തീർച്ചയായും നടത്തിയത്? ദ കാറ്റ് സെഡ് ദാറ്റ് ഹൗസ് ഹോൾഡേഴ്സ് മസ്റ്റ് ട്രീറ്റ് ഈവൻ എനിമീസ് ആസ് ഗസ്റ്റ്. പൂച്ച പറഞ്ഞു, ഗൃഹസ്ഥർ ശത്രുക്കളെ പോലും അതിഥികളായി കരുതണം. കോട്ടിങ് എക്സാമ്പിൾസ് ഫ്രം സ്ക്രിപ്ചേഴ്സ്. വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, കോട്ട് ചെയ്തുകൊണ്ടാണ് പൂച്ച ഇത് പറഞ്ഞത്. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് റൈച്ചിയസ്നെസ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് റിമെയിൻസ് ആഫ്റ്റർ ഡെത്ത്. റൈച്ചിയസ്നെസ്, നന്മയാണ് മരണശേഷം ഒരു മനുഷ്യൻ്റെ കൂടെ അവനിൽ അവസാനം ശേഷിക്കുക. ആൻഡ് ഈവൺ ആൻ ഔട്ട്കാസ്റ്റ്, ഒരു ജാതി ഭ്രഷ്ടന് പോലും ചന്ദ്രൻ നിലാവെളിച്ചം നിഷേധിക്കാത്തതുപോലെ. ആൻഡ് ഈവൻ ആൻ ഔട്ട്കാസ്റ്റ് ഡിസേർവ്സ് ദ മൂൺലൈറ്റ്. ദി സ്ട്രെസ്ഡ് കമ്പാഷൻ, ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ് ടു ജസ്റ്റിഫൈ ദ ഡിസീറ്റ്ഫുൾ മോട്ടീവ്സ്. അവൻ സഹാനുഭൂതിയെയും ഹ്യൂമിലിറ്റിയെയും അല്ലെങ്കിൽ അനുകമ്പയെയും സേവന സന്നദ്ധതയും ഒക്കെ ഉപയോഗപ്പെടുത്തി. ഹീ സ്ട്രെസ്ഡ് കമ്പാഷൻ, ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ് ടു ജസ്റ്റിഫൈ ഹിസ് ഡിസീറ്റ്ഫുൾ മോട്ടീവ്. ഡിസീവ് ചെയ്യുക, വഞ്ചിക്കുക, ചതിക്കുക. ഡിസീറ്റ്ഫുൾ മോട്ടീവ്. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശ്യമാണ്. അവൻ്റെ വഞ്ചനാത്മകമായ ഉദ്ദേശത്തെ ജസ്റ്റിഫൈ ചെയ്യുവാൻ, എന്താണ്, ന്യായീകരിക്കുവാൻ. JUSTIFY, ജസ്റ്റിഫൈ, ന്യായീകരിക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം. ഹൗ ഡിഡ് ദ കാറ്റ് മാനിപ്പുലേറ്റ് സ്ക്രിപ്ചർ ആൻഡ് മൊറാലിറ്റി? പൂച്ച എങ്ങനെയാണ് തിരുവെഴുത്തുകളെയും വിശുദ്ധ ലിഖിതങ്ങളെയും ധാർമ്മികതയെയും കൃത്രിമമായി അതിൽ മാറ്റം വരുത്തി വ്യാഖ്യാനിച്ചത്? ഹി സൈറ്റഡ് റിലീജിയസ് ടീച്ചിങ്സ് അബൌട്ട് നോൺ വയലൻസ്. അക്രമരാഹിത്യത്തെക്കുറിച്ചുള്ള മതപ്രഭാഷണങ്ങൾ അവൻ എടുത്തുദ്ധരിച്ചു. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗസ്റ്റ്, അതിഥികളുടെ പ്രാമുഖ്യത്തെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് ധർമ്മ ടു പോർട്രേ ഹിംസെൽഫ് ആസ് എ ഹോളി ബീയിങ്. താൻ ഒരു വിശുദ്ധ ജീവിയാണ് എന്ന് സ്വയം ചിത്രീകരിക്കുവാൻ, പോർട്രേ ചെയ്യുക, ചിത്രീകരിക്കുക. അതിനുവേണ്ടിയാണ് ഇതെല്ലാം അവൻ ചെയ്തത്. ഹി ക്ലെവർലി ട്വിസ്റ്റഡ് ദീസ് കോൺസെപ്റ്റ്സ് ടു ഗെയിൻ ദ വൾച്ചേഴ്സ് ട്രസ്റ്റ്. കഴുകൻ്റെ വിശ്വാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റുകളെല്ലാം അവൻ സമർത്ഥമായി ഉപയോഗിച്ചത്. ആൻഡ് ഗെയിൻ ആക്സസ് ടു ദ ട്രീ ഈവൻ ദോ ഹിസ് റിയൽ ഇൻറ്റൻഷൻ വാസ് ടു ഈറ്റ് ദ നെസ്ലിങ്സ്. എന്നിട്ട് മരത്തിലെ അവൻ പ്രവേശനം നേടി. മരത്തിൻ്റെ പൊത്തിൽ, അത്തിമരത്തിൻ്റെ പൊത്തിൽ, ഫിഗ് ട്രീയുടെ ആ ക്ലസ്റ്റർ ഫിഗ് ട്രീയുടെ പൊത്തിനകത്ത് അവൻ പ്രവേശനം നേടി. അവൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം, റിയൽ ഇൻറ്റൻഷൻ, വാസ്തവത്തിൽ ആ കൂടിനകത്തുള്ള പക്ഷിക്കൂടുകൾക്കുള്ളിലുള്ള കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുക എന്നതായിരുന്നു. മറ്റൊരു ചോദ്യം. വാട്ട് ഡു ദ കാറ്റ്സ് ആക്ഷൻസ് റിവീൽ അബൌട്ട് ഡിസെപ്റ്റീവ് പേഴ്സണാലിറ്റീസ്? വഞ്ചകന്മാരായ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പൂച്ചയുടെ പ്രവർത്തനം എന്താണ് വെളിപ്പെടുത്തുക? ദ ഡിസെപ്റ്റീവ് പീപ്പിൾ ഓഫൺ യൂസ് സ്മൂത്ത് ലാംഗ്വേജ്. വഞ്ചകരായ ആളുകൾ, ഡിസീവ് ചെയ്യണം എന്ന ഉദ്ദേശമുള്ള ആളുകൾ, വഞ്ചിക്കണം എന്ന ഉദ്ദേശമുള്ള ആളുകൾ, അവരെയാണ് ഡിസെപ്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഓഫൺ യൂസ് സ്മൂത്ത് ലാംഗ്വേജ്, അവർ വളരെ സുന്ദരമായ ഒഴുക്കൻ ഭാഷ ഉപയോഗിക്കും. മോറൽ ഐഡിയാസ്, ധാർമ്മിക ആശയങ്ങൾ പറയും. ഓർ റിലീജിയസ് ടോക്ക്, മതസംഭാഷണങ്ങൾ നടത്തും. എന്തിനെന്നറിയാമോ? ടു ഹൈഡ് ദർ റിയൽ ഇൻറ്റൻഷൻസ്, അവരുടെ യഥാർത്ഥ ഉദ്ദേശത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി.
ദ കാറ്റ്സ് ക്ലെയിം അബൌട്ട് ഹിസ് നോളജ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. തിരുവെഴുത്തുകൾ, വിശുദ്ധ ലിഖിതങ്ങൾ തനിക്ക് നന്നായി അറിയാമെന്ന പൂച്ചയുടെ അവകാശവാദം, ക്ലെയിം, മേഡ് ഹിം സീം ട്രസ്റ്റ് വർത്തി. അവനെ വിശ്വാസയോഗ്യനായിട്ട് പൊതുവെ അവതരിപ്പിക്കാൻ ഇത് കാരണമായി. ബട്ട് ഹിസ് ലേറ്റർ ബിട്രയൽ, പക്ഷേ അവൻ്റെ പിന്നീടുള്ള വഞ്ചന, ഷോസ് ദാറ്റ് പീപ്പിൾ മസ്റ്റ് ബി ജഡ്ജ്ഡ് ബൈ ദർ ആക്ഷൻസ്. ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് അവരുടെ പ്രവൃത്തിയിൽ നിന്നാണ്, ആൻഡ് നോട്ട് ബൈ ദർ വേർഡ്സ്, അല്ലാതെ അവരുടെ വാക്കുകളിൽ നിന്നല്ല എന്ന്. ഇതൊക്കെയാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ ഇടുന്നതാണ്.